ചലച്ചിത്രമേള ഏകദേശം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ വൈവിധ്യമാർന്ന ചിത്രങ്ങളുടെ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം ഇന്ന് വരുന്നുണ്ട്, ദീപ മേത്തയുടെ ഫയറുണ്ട്, മാർക്കോസ് ലോയ്സയുടെ അവർണോ ഉണ്ട്, അക്നേനി കുടുംബറാവുവിൻ്റെ ഒക്കമാഞ്ചി പ്രേമകഥ തെലുങ്ക് സിനിമയാണ്. എന്നിവയൊക്കെ ഇന്ന് മേളയിലെ ഒറ്റ പ്രദർശനമേ ഉള്ളൂ. അതൊക്കെ ഇന്ന് നടക്കുന്ന ദിവസം കൂടിയാണ്. അഭിനയ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഷബാന ആസ്മിയോടുള്ള ആദരസൂചകമായി ഒരുക്കിയ സെലിബ്രേറ്റിംഗ് ഷബാന വിഭാഗത്തിൻ്റെ പ്രദർശനത്തിനെത്തുന്ന സിനിമയാണ് ഫയർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വാർത്തയായ ഒരു സിനിമ കൂടിയായിരുന്നു ആ ചിത്രം. മാനസ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം IFFK വിശേഷങ്ങളുമായി ചേരുകയാണ്. നോക്കാം ഇന്നത്തെ തിരക്കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. മാനസ, ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ തിരൈ ഉലകത്തിൽ തെളിയുന്ന കാഴ്ചകൾ, ഈ ആളുകൾക്കൊക്കെ പൊതുവെ IFFK ഇത്രയും ദിവസം പിന്നിടുമ്പോൾ പൊതുവെ പറയാനുള്ളത് എന്താണ്? തീർച്ചയായും ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ 7 ദിനങ്ങൾ. നാളെയോടുകൂടി ആ ഒരു ചലച്ചിത്രമേളയുടെ ആവേശം അല്ലെങ്കിൽ ലഹരി അവസാനിക്കുന്ന ഒരു ദിവസമാണ്. കാരണം 8 ദിവസം നീളുന്ന ഈ ചലച്ചിത്രോത്സവത്തിന് നാളെ സമാപനമാവുകയാണ്. എങ്കിൽ കൂടിയും ഇന്ന് വൈവിധ്യമാർന്ന നിരവധി സിനിമകൾ തന്നെയാണ് വിവിധ തിയേറ്ററുകളിലായി ചലച്ചിത്ര പ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമാ സെലക്ഷൻ നല്ല മികച്ചതായതുകൊണ്ട് തന്നെ ഈ മേളയിൽ എത്തുന്ന എല്ലാവരും തന്നെ സിനിമ കാണാനായി കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിനിമ പ്രദർശന സമയങ്ങളിൽ ഈ തിയേറ്ററുകളിലൊന്നും തന്നെ വെറുതെ, അതായത് ഇത്തരത്തിൽ വൈബ് ആസ്വദിക്കാനായി എത്തിയവരെ കാണുന്നത് പൊതുവെ കുറവാണ്. മാത്രമല്ല ആ ഒരു പുറമേയുള്ള കാഴ്ചകൾ ഇത്തിരി മങ്ങിയതാണെങ്കിൽ കൂടിയും അകമേയുള്ള കാഴ്ചകൾ ഗംഭീരമായി കാണാനാണ് കൂടുതലും ആളുകൾ സമയം ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ നാനാ ഭാഗത്തു നിന്നും എത്തിയത് എന്ന് തന്നെ വേണം പറയാൻ. അത് തരത്തിലുള്ള മികച്ച പ്രതികരണങ്ങളും തന്നെയാണ് ചലച്ചിത്ര പ്രേമികളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ സ്ത്രീപക്ഷ സിനിമ, അതോടൊപ്പം തന്നെ അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള നിലപാട് പറയുന്ന സിനിമ, ഇത്തരത്തിലുള്ള ഒരു ഗംഭീരമായ ഒരു മികച്ച സിനിമ സെലക്ഷൻ തന്നെയായിരുന്നു ഈ 29ാമത് രാജ്യാന്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഉൾപ്പെടുത്തിയത് എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈവിധ്യങ്ങളായ സിനിമകളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം, ഒപ്പം തന്നെ ദീപ മെഹ്തയുടെ ഫയർ, മാർക്കോസ് ലോയ്സയുടെ അവർണോ, ഒപ്പം അക്കിനേനി കുടുംബറാവുവിൻ്റെ ഒക്കമാഞ്ചി പ്രേമകഥ എന്നിവയുടെ മേളയിലെ ഏക പ്രദർശനമാണ് ഇന്ന് നടക്കുന്നത്. ഒപ്പം അഭിനയ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഷബാന ആസിമിൻ്റെ ആദര സൂചകമായി ഒരുക്കിയ സെഗ്മെൻറ്റിൽ സെലിബ്രേറ്റിംഗ് ഷബാന വിഭാഗത്തിൽ ഫയർ എന്ന ചിത്രവും എത്തുന്നുണ്ട്. ഒപ്പം ഈ മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ VC അഭിലാഷിന്റെ പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ് ഇന്നത്തെ മറ്റൊരു ശ്രദ്ധേയ ചിത്രം. ഈ ചിത്രത്തിന് ഭയങ്കരമായ അഭിപ്രായം നേടിയ സിനിമ കൂടിയാണ്. പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് വലിയ അഭിപ്രായം നേടിയ സിനിമ കൂടിയാണ്. VC അഭിലാഷ് നമ്മുടെ ഒരു സുഹൃത്താണ്. നല്ല ചിത്രമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. തിയേറ്ററിൽ വരുമ്പോഴും അത് ആ രീതിയിൽ തന്നെ കാണണമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പലപ്പോഴും IFFKയിലൊക്കെ പടങ്ങൾക്ക് വലിയ തിരക്കുണ്ടാകും, പക്ഷേ അത് തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ ചില സമയങ്ങളിൽ അത് കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതായാലും ഒക്കെ മാനസ,